നമസ്കാരം. നിരീക്ഷണത്തിൻ്റെ ഒരു പുതിയ ഭാഗത്തിലേക്ക്, വളരെ പ്രാധാന്യമർഹിക്കുന്ന ഒരു പുതിയ ഭാഗത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. ജോൺസൺ ടാർഗറ്റിൻ്റെ നിരീക്ഷണത്തിൻ്റെ ഏറ്റവും പുതിയ ഭാഗം. നമ്മളിപ്പോൾ എല്ലാവരും കേൾക്കുന്നത് മലയാള ദേശത്ത് നടക്കുന്ന കുംഭമേളയെക്കുറിച്ചാണ്. ഈ കുംഭമേള എന്ന് പറയുന്നത് വളരെയധികം ജനശ്രദ്ധ ആകർഷിക്കുന്ന ഒരു രീതിയിലേക്ക് മാറ്റിയെടുത്തിട്ടുണ്ട്. നീലാനദി തീരത്ത് തിരുനാവായയിൽ നടക്കുന്ന ഈ പറയുന്ന കാര്യം, അതിൻ്റെ യഥാർത്ഥ വിശദീകരണങ്ങളിലേക്കാണ് നമ്മൾ കടക്കുന്നത്. കുംഭമേള എന്നാൽ എന്ത് എന്നുള്ളതാണ് അടിസ്ഥാനപരമായ ചോദ്യം. കുംഭമേള എന്ന് പറഞ്ഞാൽ കുംഭമാസത്തിൽ നടക്കുന്ന മേളയല്ല. കുംഭമേള എന്ന് പറയുന്നത് ഉത്തരഭാരതത്തിൽ നാസിക്കിലും പ്രയാഗിലുമടക്കം 4 സ്ഥലങ്ങളിൽ കാലങ്ങളായി നടത്തപ്പെടുന്ന മഹാമേളയെയാണ് കുംഭമേള എന്ന് പറയുന്നത്. അപ്പോൾ ഈ കുംഭം എന്ന് പറയുന്നത് എന്താണ്? കുംഭവുമായി ബന്ധപ്പെട്ട് വരുന്നതാണ് ഈ മേള. അപ്പോൾ ഈ കുംഭം എന്ന് പറയുന്നത് അമൃതിൻ്റെ കുംഭമാണ്. ദേവാസുര യുദ്ധം എന്ന് പറയാൻ പറ്റില്ല, ദേവാസുരന്മാർ കൂടിയിട്ട് പാലാഴി കടഞ്ഞ് അതിൽ നിന്ന് ഒരുപാട് സാധനങ്ങൾ ലഭ്യമായി. അമൃത് വന്നു, കാളകൂടം വന്നു, അങ്ങനെ കുറേ കാര്യങ്ങൾ വരെയുണ്ടായി. ഉച്ചൈസ്രവസ്, പിന്നെ കൽപ്പവൃക്ഷം, കാമധേനു, അങ്ങനത്തെ ഒരുപാട് കാര്യങ്ങളായിരുന്നു വരികയുണ്ടായിട്ട്. അപ്പം അതിൽ അമൃതകുംഭം വന്നപ്പോൾ ധന്വന്തരിയാണ് അമൃതകുംഭവുമായിട്ട് വന്നത്. ആ അമൃതകുംഭവുമായിട്ട്, അമൃത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ കൂട്ടണം മൃതാണ്, അതായത് മരിക്കുന്നതിൽ നിന്ന് രക്ഷപ്പെടുത്തുന്നത്. മൃത് എന്ന് പറഞ്ഞാൽ മൃതം, അതിൽ നിന്ന് വിപരീതമായിട്ടുള്ളത് ആ വിപരീതം, ആ മൃത്. അമൃതിലേക്ക് ആണ്, അമൃതിൽ നിന്ന് അമൃതിലേക്ക്. അപ്പോൾ അതാണ് അമൃത്. അപ്പോൾ കാലങ്ങളായിട്ട് ജീവിക്കാനുള്ള ഒരു ഔഷധം, അല്ലെങ്കിൽ ഒരു പ്രത്യേക സൂത്രം, ഒരു തത്വമാണ് അമൃതകുംഭവുമായി വന്ന ധന്വന്തരി പ്രതിനിധീകരിക്കുന്നത്. അപ്പോൾ അങ്ങനെ ധന്വന്തരി പ്രത്യക്ഷനായി ഇവർ കടച്ചലൊക്കെ നിർത്തിയിട്ട് ഇവരെന്ത് ചെയ്തു എന്ന് വെച്ചാൽ അസുരന്മാരെ ഈ അമൃതകുംഭം അടിച്ചു കൊടുത്ത് ഓടിപ്പോയി. അങ്ങനെ അവർ അടിച്ചെടുത്ത് ഓടിപ്പോയപ്പോൾ മഹാവിഷ്ണു എന്ത് ചെയ്തു എന്ന് വെച്ചാൽ അങ്ങേര് പോയിട്ട് അസുരന്മാരുടെ അടുത്ത് ഇപ്പം വിളമ്പിത്തരാം എന്ന് പറഞ്ഞിട്ട് അത് വാങ്ങി. ഒരു പെണ്ണിൻ്റെ വേഷത്തിൽ മോഹിനി രൂപത്തിലാണ് പോയത്. അപ്പോൾ അത് ആർക്കും തടയാൻ പറ്റിയില്ല. അസുരന്മാരൊക്കെ ആ മോഹിനി രൂപത്തിൽ ലയിച്ച്, അല്ലെങ്കിൽ മോഹം കൊണ്ടിട്ട് മോഹിനി പറയുന്നത് മുഴുവൻ കേട്ടതുകൊണ്ട് അസുരന്മാരെന്ത് ചെയ്യുന്നു വെച്ചാൽ ഇത് വിളമ്പാൻ വേണ്ടിയിട്ട് വിഷ്ണുവിനെ ഏൽപ്പിച്ചു. അപ്പോൾ മഹാവിഷ്ണു എന്ത് ചെയ്തെന്ന് വെച്ചാൽ അതും കൊണ്ട് മടങ്ങിപ്പോയി. അപ്പോൾ ഇതിൽ നമ്മൾ നോക്കേണ്ടത് എങ്ങനെയാണെന്ന് വെച്ചാൽ, ഈ അമൃതകുംഭം തട്ടിയെടുത്ത് ഓട്ടവും പാച്ചിലൊക്കെ കുറേ നടന്നു നമ്മൾ കേട്ടു, ഇപ്പം നമ്മൾ അറിഞ്ഞു. അപ്പോൾ ഈ ഓട്ടപ്രദക്ഷിണം നടക്കുന്നതിൻ്റെ ഇടയിൽ കുറച്ച് അമൃതിൻ്റെ തുള്ളികൾ ആകാശത്ത് നിന്ന് ഗംഗാതീരത്തുള്ള 4 ഇടങ്ങളിൽ പതിച്ചു. ഈ 4 ഇടങ്ങളിൽ പതിച്ചിട്ടുള്ള അമൃത് നിശ്ചിത കാലയളവിൽ, അതിൻ്റേതായ മാസങ്ങളിൽ ഗംഗയിലൂടെ ഒഴുകി അതിൽ സ്നാനം ചെയ്യുന്നവർക്ക് അമൃത് നൽകുന്നു, അമരത്വം നൽകുന്നു, മുക്തി നൽകുന്നു, ശാശ്വത മുക്തി നൽകുന്നു,
കൈവല്യം നൽകുന്നു എന്നുള്ള തത്വപ്രകാരമാണ് 4 ഉത്തരഭാരതത്തിൽ കുംഭമേള നടത്തപ്പെടുന്നു. നീളാതീരത്ത് അമൃതിൻ്റെ തുള്ളികൾ കുംഭത്തുനിന്ന് തെറിച്ച് വീണിട്ടില്ല. പുരാണങ്ങളിലൊന്നും അങ്ങനെ പറയുന്നില്ല. ഭാരതീയ ഗ്രന്ഥങ്ങളിലൊന്നും അങ്ങനെ പറഞ്ഞിട്ടില്ല. നീളാതീരത്ത് നടന്നിരുന്നത് മഹാമഘം എന്ന് പറയുന്ന മാമാങ്കമാണ്. അത് മലയാള ദേശത്തിൻ്റെ, അതായത് ഗോകർണം മുതൽ കന്യാകുമാരി അടക്കമുള്ള സ്ഥലം മലയാള ദേശത്തിൻ്റെ സ്വന്തമായ സാംസ്കാരിക മേളയാണ്. അത് കുംഭമേളയല്ല. അവിടെ പിന്നെ സാമൂതിരി കയറുകയും അത് അവിടെ നിന്ന് വള്ളുവനാടിൻ്റെ അധിപനായിട്ടുള്ള ആളിൽ നിന്ന് സാമൂതിരി അത് തട്ടിപ്പറിക്കുകയും പിന്നെ അവിടെ നിലപാട് തറയിൽ അവരെ സാമൂതിരി നിലപാട് നിൽക്കുകയും അതിനുശേഷം തിരുമാന്താംകുന്നിൽ നിന്ന് വരുന്ന ചാവേറുകൾ വള്ളുവനാതിരിക്ക് വേണ്ടി സാമൂതിരിയുമായിട്ട് ഏറ്റുമുട്ടുകയും ചെയ്തു എന്നൊക്കെയുള്ള അത് മാമാങ്കത്തിൻ്റെ ഒരു ഭാഗം മാത്രമാണ്. ബാക്കിയുള്ളതൊക്കെ വലിയ വിശാലമായൊരു കാര്യമാണ്. അത് നൂറ്റാണ്ടുകളായിട്ട് നിലനിൽക്കുന്ന ഒരു കാര്യമാണ് മാമാങ്കത്തിൻ്റെ എന്ന് പറഞ്ഞാൽ മഹാമംഗത്തിൻ്റെ. അത് യുദ്ധമോ പോരാട്ടമോ സാമൂതിരിയും കോലത്തിരിയും തമ്മിലുള്ള യുദ്ധമോ വെട്ടിപ്പറിയും വള്ളുവനാടിൻ്റെ കോനാതിരിയും തമ്മിലുള്ള യുദ്ധമൊന്നും അല്ലത്. അതിനൊക്കെ മുമ്പുള്ള ഒരു കാര്യമാണ്. സാമൂതിരിയൊക്കെ അതിനൊക്കെ ശേഷമാണ് അത് പിടിക്കുന്നതും വള്ളുവനാട് കീഴടക്കുന്നതും അതൊക്കെ. അപ്പം നമ്മൾ ആലോചിക്കേണ്ടത് കുംഭമേള എന്ന് പറയുന്നത് ഉത്തരഭാരതത്തിൽ എത്രയും കാലങ്ങളായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നൊരു കാര്യമാണ്. നീളാതീരത്ത് കുംഭമേള നടക്കില്ല. കാരണം എന്താ വെച്ചാൽ അമൃതകുംഭം തുളുമ്പിയിട്ടുള്ളത് നീളാതീരത്തല്ല, അത് ഗംഗയുടെ തീരത്താണ് തുളുമ്പിയിട്ടുള്ളത്. അപ്പോൾ കുംഭമേള മലയാള ദേശത്തില്ല. ഇവിടെയുള്ളത് മഹാമഘം എന്ന് പറയുന്ന മാമാങ്കമാണ്. അപ്പോൾ നമ്മൾ മാമാങ്കത്തെയാണ് പുനരുജ്ജീവിപ്പിക്കേണ്ടത്. കാരണം മലയാള സംസ്കാരം, മാതൃഭാഷ മലയാളമടക്കമുള്ള മലയാള സംസ്കാരം നിലനിൽക്കുന്നത് ഈ പറയുന്ന ഭാരതപ്പുഴയുടെ തീരത്താണ്. ഭാരതത്തിൽ വേറെ ഭാരതം എന്ന് പേരുള്ള ഒരു പുഴയുമില്ലാന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അപ്പോൾ അതിൽ ഒരു വശത്ത് നാവമുകുന്ദനും വേറൊരു വശത്ത് ബ്രഹ്മദേവനും അതേ വശത്ത് തന്നെ ശിവനും കുടികൊള്ളുന്ന സ്ഥലമാണ് തിരുനാവായ. ആ തിരുനാവായയിൽ നാവായി ഒഴുകിയെത്തുന്നതാണ് നിളാനദി അഥവാ ഭാരതപ്പുഴ. ആ നാവ് എന്ന് പറയുന്നത് തിരുമാന്താംകുന്നിലൂടെയും പ്രവഹിക്കുന്ന ദേവിയുടെ ശക്തി ചൈതന്യമായിട്ടാണ് കണക്കാക്കപ്പെടുന്നത്. അവിടെ നമ്മൾ മാമാങ്കമാണ് ആഘോഷിക്കുന്നത്, അല്ലാതെ കുംഭമേളയല്ല. അപ്പോൾ അതെല്ലാവരും നമ്മുടെ മലയാളികളെല്ലാവരും മനസ്സിലാക്കിയിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ടൊരു കാര്യമാണ്. അത് പറയാനാണ് നമ്മൾ ജോൺസൺ സ്റ്റാർഗറ്റിൻ്റെ നിരീക്ഷണത്തിൻ്റെ ഈ ഭാഗവുമായിട്ട് നിങ്ങളുടെ മുന്നിലെത്തിയിരിക്കുന്നത്. ഇത് മനസ്സിൽ വയ്ക്കുക, എല്ലാവരെയും അറിയിക്കുക. വളരെ പ്രധാനപ്പെട്ടൊരു കാര്യമാണ് മാമാങ്കം, മഹാമഘം. അതാണ് നീളാതീരത്തുള്ളത്, കുംഭമേളയല്ല. ശ്രദ്ധിച്ചു കേട്ട എല്ലാവർക്കും നന്ദി, നമസ്കാരം.